ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് നമ്മളുടെ ബേസിക് കമ്പ്യൂട്ടർ ഡിസൈനകത്ത് എങ്ങനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ ചെയ്തിട്ടുള്ളത് എന്നാണ്. ഓക്കെ, ഇൻ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആക്ട് ആസ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ മെഷീൻ ആൻഡ് ദ യൂസർ. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനകത്ത് ഇൻപുട്ട് ഡിവൈസുകളെയും ഔട്ട്പുട്ട് ഡിവൈസുകളെയൊക്കെ നമ്മളൊരു ഇൻ്റർഫേസ് ആയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ അതായത് മെഷീനും യൂസറും തമ്മിലുള്ള ഇൻ്റർഫേസ് അവർ ഇൻ്ററാക്ട് ചെയ്യുന്നത് ഇത്തരം ഇൻപുട്ട് ഡിവൈസസുകൾ ത്രൂയും ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസുകൾ ത്രൂ ആണ്. അപ്പോൾ നമ്മൾ തന്നെ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇൻ്ററാക്ട് ചെയ്യുന്നത്? നമ്മൾ കീബോർഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ മൗസ് യൂസ് ചെയ്തിട്ട് സം ഡാറ്റ സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതെന്താണോ എന്നുള്ളത് വെച്ച് പ്രോസസ്സ് ചെയ്തിട്ട് സിസ്റ്റം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് മോണിറ്റർ ത്രൂ തിരിച്ചു തരും, അല്ലെങ്കിൽ പ്രിൻ്റർ ത്രൂ പല രീതിയിൽ അവരെന്ത് ചെയ്യും, അതിനുള്ള റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഇൻ്റർഫേസ് ആയിട്ടാണ് നമ്മുടെ ഈ ഡിവൈസുകളൊക്കെ ആക്ട് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി മസ്റ്റ് കം ഫ്രം സം ഇൻപുട്ട് ഡിവൈസ്. നമ്മൾ മെമ്മറിക്കകത്ത് ഒരുപാട് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെയാണ് മെമ്മറിക്കകത്ത് എത്തുന്നത്? നമ്മൾ ഇൻപുട്ട് ഡിവൈസുകൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ മെമ്മറിയിലേക്ക് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ റിസൾട്ട് ആർ ഡിസ്പ്ലേ ടു ദ യൂസർ ത്രൂ സം ഔട്ട്പുട്ട് ഡിവൈസ്. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ റിസൾട്ടുകൾ എന്തെങ്കിലും സം പ്രോസസ്സുകൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടുകളൊക്കെ നമുക്ക് യൂസറിലേക്ക് എത്തുന്നത് ചില ഔട്ട്പുട്ട് ഡിവൈസുകൾ യൂസ് ചെയ്തിട്ടുമാണ്. ദ ഫോളോയിങ് ബ്ലോക്ക് ഡയഗ്രാം ഷോ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ ഫോർ എ ബേസിക് കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഒരു ബേസിക് കമ്പ്യൂട്ടറിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ. ഇവിടെ നിങ്ങൾക്ക് കീബോർഡും ഉണ്ട്, അതേപോലെ പ്രിൻ്ററും കാണാം. ഇതിനകത്ത് ഇൻപുട്ട് ടെർമിനൽ അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ളത് ആരാണ്? കീബോർഡാണ്. ഔട്ട്പുട്ട് ടെർമിനലോ പ്രിൻ്ററുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് കീബോർഡ് ത്രൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കീബോർഡിൽ സം ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് സിസ്റ്റത്തിന്. സോ അതിനകത്ത് ഫസ്റ്റ് ആക്ട് ചെയ്യുന്ന ആളാണ് ട്രാൻസ്മിറ്റർ ഇൻ്റർഫേസ്. അതാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ്. നമുക്ക് ഈ കീബോർഡിൽ നിന്ന് സം ഡാറ്റ സിസ്റ്റത്തേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഇൻ്റർഫേസാണ് ട്രാൻസ്മിറ്റർ ഇൻ്റർഫേസ്. അത് ത്രൂ എവിടെ എത്തും? നമ്മളുടെ ഡാറ്റ ഇൻപുട്ട് രജിസ്റ്ററിലെത്തും. 8 ബിറ്റ് മാത്രം സൈസ് പോസിബിളായ ഇൻപുട്ട് രജിസ്റ്ററിനകത്ത് നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്തത് ആ ഡാറ്റ എത്തും. അപ്പോൾ ഈ ഇൻപുട്ട് രജിസ്റ്ററിനകത്ത് ഡാറ്റ എത്തുമ്പോൾ ഒരു ഫ്ലാഗ് ഉണ്ട്, FGI ഫ്ലാഗ് ഇൻപുട്ട്. ഈ ഫ്ലാഗ് എന്താവും? 1 ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഇൻപുട്ട് രജിസ്റ്ററിനകത്ത് ഇപ്പോൾ ഡാറ്റ എത്തിയിട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനി അത് പ്രോസസ്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇൻപുട്ട് രജിസ്റ്ററിനകത്ത് എത്തിയ ഈ ഡാറ്റ അക്യുമുലേറ്ററിൽ എത്തിയാൽ മാത്രമേ അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? ഇതാണ് പ്രോസസ്സർ രജിസ്റ്റർ, അക്യുമുലേറ്റർ. അങ്ങനെ അക്യുമുലേറ്ററിൻ്റെ അടുത്ത് എത്തി. അക്യുമുലേറ്ററിൻ്റെ എത്തുന്നതോടുകൂടി നമ്മുടെ FGI അതായത് ഫ്ലാഗ് ഇൻപുട്ട് എന്തായി? 0 ആയി മാറി. കാരണം എന്താണ്? ഇൻപുട്ട് രജിസ്റ്ററിനകത്തുള്ള ഡാറ്റ പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിന് യൂസ് ഇല്ല. അപ്പോൾ വീണ്ടും 0 ആയി. നെക്സ്റ്റ് ഇനി വരുമ്പോഴാണ് പിന്നെയും 1 ആയി മാറുക കേട്ടോ. അപ്പോൾ അക്യുമുലേറ്ററിൽ എന്തായി? ഡാറ്റ എത്തിക്കഴിഞ്ഞു. അക്യുമുലേറ്റർ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ അവിടെ എത്തണം, ഔട്ട്പുട്ട് രജിസ്റ്ററിൽ എത്തണം. അപ്പോൾ ഈ ഔട്ട്പുട്ട് രജിസ്റ്ററിൽ എത്തുമ്പോൾ അതിൻ്റെ അടുത്തൊരാളുണ്ട്, FGO ഫ്ലാഗ് ഔട്ട്പുട്ട്. അപ്പോൾ ഈ അക്യുമുലേറ്ററിൽ നിന്ന് ഡാറ്റ ഔട്ട്പുട്ട് രജിസ്റ്ററിൽ എത്തുമ്പോൾ ഇതിനകത്ത് FGOൻ്റെ ഡാറ്റ എന്തായി? 1 ആയിട്ട് മാറി. കാരണം എന്തായി? ഇവിടെ സം ഡാറ്റ എത്തി. ഔട്ട്പുട്ട് രജിസ്റ്ററിനകത്തുനിന്ന് ഡാറ്റ പിന്നെ എവിടേക്കാണ് പോവുക? ഇൻ്റർഫേസ് ത്രൂ പ്രിൻ്ററിലേക്കാണ് പോവുക. അപ്പോൾ ഇൻ്റർഫേസിലേക്ക് പോകുന്നതോടുകൂടി റിസീവർ ഇൻ്റർഫേസിലെത്തും, അവിടുന്ന് പ്രിൻ്ററിലേക്ക് എത്തും. അങ്ങനെയാണ് എത്തുന്നത്, നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസിലെത്തുന്നത്. അപ്പോൾ FGO എന്തായി? 0 ആയി. കാരണം എന്താണ്? അതിനകത്തുള്ള ഡാറ്റ പോയി. ഓക്കെ, ഇങ്ങനെയാണ് ഇതിനകത്ത് പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ എന്ത് നടക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ത്രൂ കൊടുക്കും. അതൊരു ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് നേരെ എവിടെ എത്തും? രജിസ്റ്ററിലെത്തും. രജിസ്റ്റർ അത് അക്യുമുലേറ്ററിൽ കൊണ്ടുപോയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് റിസൾട്ടിന് ഔട്ട്പുട്ട് രജിസ്റ്ററിലെത്തും. അവിടുന്ന് നമുക്ക് ഔട്ട്പുട്ട് കറൻ്റ്ലി വേണമെങ്കിൽ അപ്പോൾ തന്നെ ഔട്ട്പുട്ടും കിട്ടും. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനകത്തൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ നടക്കുന്നത്. ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ടെർമിനൽ സെൻഡ് ആൻഡ് റിസീവ് ഇൻഫർമേഷൻ. ഇതിനകത്ത് ഇൻപുട്ട് ടെർമിനലും ഔട്ട്പുട്ട് ടെർമിനലും ചെയ്യുന്ന എന്താണ്? ഇൻപുട്ട് ടെർമിനൽ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യും, ഔട്ട്പുട്ട് ടെർമിനൽ ഇൻഫർമേഷൻ റിസീവ് ചെയ്യും. ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ വിൽ ഓൾവേസ് ഹാവ് 8 ബിറ്റ് ഓഫ് ആൽഫാ ന്യൂമറിക് കോഡ്. അപ്പോൾ നമ്മൾ എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 8 ബിറ്റ് ആൽഫാ ന്യൂമറിക് കോഡായിരിക്കും. കാരണം ഇൻപുട്ട് രജിസ്റ്ററിനകത്ത് പോസിബിളായ രീതിയിൽ ദ ഇൻഫർമേഷൻ ജനറേറ്റഡ് ത്രൂ ദ കീബോർഡ് ഈസ് ഷിഫ്റ്റഡ് ഇൻ ടു ഇൻപുട്ട് രജിസ്റ്റർ INPR. ഞാനിപ്പോൾ ഫിഗർ വെച്ച് പറഞ്ഞു തന്ന കൺസെപ്റ്റുകൾ തന്നെയാണ് പറയുന്നത്. നമ്മളുടെ കീബോർഡിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എവിടെ എത്തും? നമ്മളുടെ ഇൻപുട്ട് രജിസ്റ്ററിൽ എത്തും. ദ ഇൻഫർമേഷൻ ഫോർ ദ പ്രിൻ്റർ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഔട്ട്പുട്ട് രജിസ്റ്റർ OUT-R. അതേപോലെ തന്നെ ഇൻഫർമേഷൻ പ്രിൻ്ററിലൂടെ നമ്മൾ പുറത്ത് കൊടുക്കുന്ന ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്ന ഡാറ്റ എവിടെയായിരിക്കും ഉണ്ടാവുക? ഔട്ട്പുട്ട് രജിസ്റ്ററിനാണ് പ്രിൻ്ററിന് അത് ആക്സസ് ചെയ്യാൻ പറ്റുക.
Registers INPR and out are communicate with a communication interface serially and with the accumulator is parallel. ഈ ഇൻപുട്ട് രജിസ്റ്ററും ഔട്ട്പുട്ട് രജിസ്റ്ററും ഒക്കെ നമ്മൾ അവരുടെ ഇൻ്റർഫേസുകൾ ഓരോന്നിൻ്റെ അടുത്ത് ട്രാൻസ്മിറ്റർ ഇൻ്റർഫേസ് പിന്നെ ഏതാണ് റിസീവർ ഇൻ്റർഫേസ് ഒക്കെ ഉണ്ട്, അതുമായിട്ട് സീരിയലായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അക്യുമുലേറ്ററായിട്ട് പാരലായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം നമ്മൾ അക്യുമുലേറ്ററിൻ്റെ കേസ് കോമൺ ബസ് സിസ്റ്റത്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു അക്യുമുലേറ്ററിന് പാരലായിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റും. സെയിം ക്ലോക്ക് പൾസിനകത്ത് അക്യുമുലേറ്ററിന് പോസിബിൾ ആണ് എന്ന് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ പോയി വാച്ച് ചെയ്താൽ മതി. The transmitter interface receive information from the keyboard and transmit it into INPR. ട്രാൻസ്മിറ്റർ ഇൻ്റർഫേസ് എന്ത് ചെയ്യും, കീബോർഡിനകത്ത് നിന്ന് ഇൻഫർമേഷൻ ആക്സസ് ചെയ്തിട്ട് INPRലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. The receiver interface receive information from the output register and send it to the printer serially. സോ റിസീവർ ഇൻ്റർഫേസ് എന്ത് ചെയ്യും, ഇൻഫർമേഷൻ ഔട്ട്പുട്ട് രജിസ്റ്ററിന് റിസീവ് ചെയ്തിട്ട് പ്രിൻ്ററിലേക്ക് സീരിയലായിട്ട് അത് പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനകത്ത് ഇൻ്റർഫേസുകളും ഔട്ട്പുട്ട് ഇൻപുട്ട് ഡിവൈസുകളൊക്കെ തമ്മിലൊരു ഇൻ്ററാക്ഷൻ സീരിയലായിട്ട് നടക്കും. അക്യുമുലേറ്ററിനകത്തുള്ള പ്രോസസ്സ് പാരലായിട്ട് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഫിഗർ മസ്റ്റാണ് വരച്ച് പഠിക്കുക, പിന്നെ ഈ പോയിന്റുകളൊക്കെ എഴുതുക. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഒരു ബേസിക് കമ്പ്യൂട്ടറിനകത്ത് വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ്നെസ്. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ എക്സാമിനെങ്ങാനും ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ, സാധ്യത കുറവാണ് എങ്കിലും എല്ലാവരും നോട്ട് എഴുതി വെക്കുക, അഥവാ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാമല്ലോ. എന്തായിരിക്കും ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ? ഈ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് സെഡ് ടു ബി കംപ്ലീറ്റ് if the computer include a sufficient number of instructions in each of the following categories. നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ്, എല്ലാ കാറ്റഗറിയിലും പെടുന്ന സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ്നെസ് എന്ന് പറയുക. അപ്പോൾ ഏതൊക്കെ കാറ്റഗറീസാണ് അതിനകത്ത് വരിക? അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ്, പിന്നെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ മൂവിങ് ഇൻഫോർമേഷൻ ഫ്രം മെമ്മറി ആൻഡ് പ്രോസസ്സർ രജിസ്റ്റേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ്? അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്, ലോജിക്കൽ ഇൻക്ലൂഡഡ് ആണ്, അതേപോലെ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്, പിന്നെ മൂവിങ് ഇൻഫോർമേഷൻസ്, അതായത് മൂവ്, അക്യുമുലേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് മെമ്മറി റെഫറൻസിലൊക്കെ പഠിച്ചിട്ടില്ലേ, അത്തരം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതായത് ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് കാറ്റഗറീസ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കണം. അപ്പോഴേ ഒരു പെർഫെക്റ്റ് മീനിങ് അതിന് വരുള്ളൂ. Instructions which control the program together with instruction that check status conditions. അതേപോലെ തന്നെ പ്രോഗ്രാം കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, സ്റ്റാറ്റസ് കണ്ടീഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ്, പിന്നെ അരിത്മാറ്റിക്, ലോജിക്. സോ ഇത്തരം കാറ്റഗറീസ് ഓഫ് ഇൻഫർമേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനായി മാറുള്ളൂ. അപ്പോഴേ അതിനൊരു ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ്നെസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാമിന് ഇതൊരിക്കലും ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല, കാരണം അത് ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ നമ്മളിത് കവർ ചെയ്ത് പോകണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റഡ് ആണോ, ആവണമെങ്കിൽ എന്തൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം, അത്രേ ഇതിനകത്ത് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ അരിത്മാറ്റിക്, ലോജിക് ആൻഡ് ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസിനകത്ത് വരുന്ന എന്തൊക്കെയായിരിക്കും? അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് ഐഡിയ വെച്ച് നോക്കിയാൽ ഐഡിയ ഉണ്ടാവും. എന്താണ്? കമ്പ്യൂട്ടേഷണൽ ക്യാപ്പബിലിറ്റീസ് ആണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അരിത്മാറ്റിക് ഓപ്പറേഷൻ, അതേപോലെ ലോജിക് ഓപ്പറേഷൻ, ഷിഫ്റ്റ് ഓപ്പറേഷൻ, ഇത്തരം കമ്പ്യൂട്ടേഷണൽ പ്രോസസ്സുകളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ദാറ്റ് മീൻസ് യൂസർ മേ വിഷ് ടു എംപ്ലോയ്, അതായത് യൂസർക്ക് എന്ത് ഓപ്പറേഷനാണ് ചെയ്യാനുള്ളത്, ഒരു പക്ഷേ അരിത്മാറ്റിക് ആവാം, ലോജിക് ആവാം, ഷിഫ്റ്റ് ആവാം, എന്താണോ അത് ഇൻക്ലൂഡ് ചെയ്തത് യൂസറിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അരിത്മാറ്റിക് ആണോ, ലോജിക് ആണോ, ഷിഫ്റ്റ് ആണോ എന്നുള്ള വരെ. സോ അതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ്നെസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്. നെക്സ്റ്റ് എന്താണ്? മൂവിങ് ഓപ്പറേഷൻ. ഹ്യൂജ് എമൗണ്ട് ഓഫ് ബൈനറി ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ മെമ്മറി യൂണിറ്റ് ബട്ട് ഓൾ കമ്പ്യൂട്ടേഷൻസ് ആർ ഡൺ ഇൻ ദ പ്രോസസ്സർ രജിസ്റ്റർ. നമ്മുടെ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമുക്കറിയാം മെമ്മറി യൂണിറ്റിലാണ്, പക്ഷേ പ്രോസസ്സുകൾ ചെയ്യുന്നതൊക്കെ പ്രോസസ്സർ രജിസ്റ്ററിനകത്താണ്. Therefore one must possess capability of moving information ബിറ്റ്വീൻ ദീസ് യൂണിറ്റ്സ്. സോ നമ്മൾ എന്ത് കമ്പ്യൂട്ടേഷണൽ പ്രോസസ്സുകൾ ചെയ്യുകയാണെങ്കിലും ഡാറ്റ കിടക്കുന്ന മെമ്മറിയിലാണ്, പ്രോസസ്സ് ചെയ്യുന്നത് പ്രോസസ്സർ രജിസ്റ്ററിലാണ്. അപ്പോൾ എന്ത് വേണം? ഓരോ ടൈമിലും മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് പ്രോസസ്സർ രജിസ്റ്ററിലേക്ക് എത്തിയിട്ട് വേണം പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ച് ഔട്ട്പുട്ടിനെ മെമ്മറിയിലേക്ക് കൊടുക്കുക. സോ അത്ര മൂവിങ് ഇൻഫോർമേഷൻസ് ഒക്കെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ അതിന് നമ്മൾ എന്ത് പറയുള്ളൂ? ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ്നെസ് എന്ന് പറയുള്ളൂ. പിന്നെ വരുന്ന എന്താണ്?
program control instructions such as branch instructions are used to change the sequence in which program is executed. അത് പല രീതിയിലും നമ്മൾ പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് മൂവ് ചെയ്യും. സോ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തുള്ളത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഭാഗത്തിലൂടെ മാത്രം പ്രോഗ്രാം ഇങ്ങനെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഇപ്പോൾ പ്രോഗ്രാം കോഡുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു രീതിയിൽ മാത്രം ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അപ്പോൾ എന്തായി, അതിൻ്റെ ആ സീക്വൻസ് ഓഫ് മൂവ് എന്തായി മാറിയിട്ട് വേറെ റൂട്ടിലൂടെ പോകും. സോ അത്തരം പ്രോഗ്രാം കൺട്രോളുകളും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് യൂസ് ചെയ്യണം. അപ്പോഴും ഞാൻ പ്രത്യേകം പറയുകയാണ്, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തൊരു കൺസെപ്റ്റ് ഉണ്ട്, ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ്സ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതിനകത്ത് എന്താണ് പറഞ്ഞിരുന്നത്, നമ്മൾ ഈ ബ്രാഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും നമ്മളുടെ ആ റൂട്ടിലേക്ക് നമ്മളെത്തും. ഓക്കെ, സോ അവിടെയാണ് ഈ പ്രോഗ്രാം കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. സോ അതും ഈ ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കൺസെപ്റ്റാണ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ആക്ട് ആസ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് ദ യൂസർ. അതാണ് നമ്മളിപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷനകത്ത് ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ്. എന്താണ്, നമ്മുടെ യൂസറിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിവൈസുകളും ഇതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസും ഒക്കെ ആക്ട് ചെയ്യുന്നത്. ഈ ഇൻസ്ട്രക്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്താൽ കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോസ് പലരും വാച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പറയുന്നത്. പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു മെമ്മറി ആൻഡ് ദ റിസൾട്ട് ഓഫ് കമ്പ്യൂട്ടേഷൻ മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ബാക്ക് ടു ദ യൂസർ. അപ്പോൾ എന്ത് ചെയ്യണം, യൂസർ എന്തെങ്കിലും ഡാറ്റ കൊടുത്ത് സിസ്റ്റത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മെമ്മറിയിൽ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണം. അതേപോലെ യൂസർക്ക് എന്തെങ്കിലും റിസൾട്ട് ആവശ്യമാണെങ്കിൽ കമ്പ്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് ആർക്ക് പാസ് ചെയ്യണം, യൂസർക്ക് പാസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാക്കി പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു മീനിങ് വേണം. ഈ പറഞ്ഞ പോലെ അരിത്മാറ്റിക്കും ലോജിക്കും ഷിഫ്റ്റ് എന്താണ് യൂസർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് റിക്വയർഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള രീതിയിൽ അത്തരം കമ്പ്യൂട്ടേഷനിൽ വേണം. അതുപോലെ തന്നെ മൂവിങ് ഓപ്പറേഷൻസ് വേണം. മെമ്മറിയിൽ നിന്ന് പ്രോസസ് രജിസ്റ്ററിലേക്കൊക്കെ ഡാറ്റ മൂവ് ചെയ്താൽ മാത്രമേ പ്രോസസ്സുകൾ നടക്കുള്ളൂ, അത് വേണം. അതേപോലെ തന്നെ പ്രോഗ്രാം കൺട്രോൾ വേണം, എന്നാൽ മാത്രമേ നമ്മൾ കരുതിയ രീതിയിലുള്ള എക്സിക്യൂഷൻ നടക്കുള്ളൂ. പിന്നെ വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ്നെസ്സിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് കോൺഫിഗറേഷനാണ്. സോ അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഈ ചെറിയൊരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം. എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഇല്ല എങ്കിൽ കൂടെ വിട്ട് കളയണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ബേസിക് കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ എസ് എ ക്വസ്റ്റനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.